ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു MS സൊല്യൂഷൻ. ഇനി എന്തിന് വേറെ സൊല്യൂഷൻ, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാഫി സാറാണ്. നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ ഇൻട്രൊഡക്ടറി സ്പീച്ച് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇൻട്രൊഡ്യൂസിങ് എ പേഴ്സൺ, ഒരു വ്യക്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട്. അങ്ങനെ വന്നാൽ എന്ത് ചെയ്യും സാറ്? ഒന്നും ചെയ്യേണ്ടത് എഴുതി വെച്ചോളൂ. റെസ്പെക്ട് ഡിഗ്നിറ്ററീസ് അല്ലേ, ആൻഡ് ഓൺ ആൻഡ് ഓഫ് ഓഫ് ദി ഡേയ്സ്, വേദിയിലുള്ള ബഹുമാനികളെ അല്ലേ, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ അല്ലേ, ക്ലിയർ ആസ് യു നോ. ഗുഡ് മോർണിംഗ്, ഇറ്റ്സ് അവർ പ്ലഷർ ടു ഇൻട്രൊഡ്യൂസ് ബിഫോർ യു ദ ഗ്രേറ്റ് ആൻഡ് അക്ലൈംഡ് പേഴ്സൺ. ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇത്രയും മഹാനായ ഒരു വ്യക്തിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൽ ഭയങ്കര സന്തോഷവാനാണ്. ഫോർ ഹിസ് സർവീസ്, അദ്ദേഹത്തിന്റെ സർവീസിന് ടു ദ സൊസൈറ്റി. രത്ന അതുപോലെ ഗ്രാൻഡ് ഫാദർ പോലുള്ള ആളുകളാണ് വരുന്നതെങ്കിൽ അവരെ നിങ്ങൾ എന്തിനും ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഇവരെ ഈ ഒരു നല്ല, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ആമിഗോ ബ്രദേഴ്സിലുള്ള ആന്റോണി ആണെങ്കിലും ഫെലിക്സ് ആണെങ്കിലും അവരൊക്കെ നാട്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്, കിഡ്സ് കുട്ടികളുടെ ഇടയിലുള്ള ബാഡ് ഹാബിറ്റിലേക്കൊന്നും അവർ പോകുന്നില്ല. അപ്പോൾ അവരൊക്കെ നിങ്ങൾ സ്കൂളിലേക്ക് വരികയാണെങ്കിൽ അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യാം കേട്ടോ. ഹെർ സർവീസ് ടു സൊസൈറ്റി. മിസ്റ്റർ, ഞാനിവിടെ രത്നനെ കുറിച്ച് പറയാട്ടോ. മിസ്സിസ് രത്ന ഈസ് ആൻ എമിനന്റ് പേഴ്സണാലിറ്റി വിത്ത് ഹെർ ഗ്രേറ്റ് ജേർണി ഓഫ് ലൈഫ്. അവളുടെ ജീവിതം വെച്ച് നോക്കുകയാണെങ്കിൽ അവർ ഭയങ്കര സംഭവമാണ്. ഇനി ആരാണ് രത്ന എന്നുള്ളതിൻ്റെ അവർ ചെറിയൊരു ക്യാരക്ടർ സ്കെച്ച് ഉണ്ടാവില്ല, ചെറിയൊരു നെറേഷൻ ഉണ്ടാവില്ലേ, അത് എഴുതി കൊടുക്കാം. ഐ കൺക്ലൂഡ് മൈ വേർഡ്സ് എക്സ്പ്രസിംഗ് മൈ പ്ലഷർ ടു ഇൻട്രൊഡ്യൂസ് സച്ച് എ ഗ്രേറ്റ് പേഴ്സണാലിറ്റി. ഈ സച്ച് ഗ്രേറ്റ് പേഴ്സണാലിറ്റിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൽ ഞാൻ എന്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് താങ്ക് യു എന്നൊക്കെ പറഞ്ഞ് നിർത്തിയാൽ മതി. ഇൻട്രൊഡക്ടറി സ്പീച്ചിൻ്റെ മാർക്ക് കിട്ടിപ്പോരും. ഏകദേശം 5 മാർക്കാണ് മക്കളെ ഇതിന് പൊതുവേ ഉണ്ടാവല്. ആ 5 മാർക്ക് എന്ത് ചെയ്യും, അങ്ങോട്ട് കിട്ടിപ്പോരും. എഴുതിക്കോളുണ്ട്. ബൈ.